ഹായ് എവറി വൺ. നമുക്ക് ടാസം പ്രോഗ്രാമിൽ സ്ട്രിങ് മാനിപ്പുലേഷൻസ് അതാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് സ്ട്രിങ് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഞാനിവിടെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഞാനിവിടെ നമ്മുടെ ടർബോ GUI യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ എല്ലാ പ്രോഗ്രാമിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഡാറ്റ സെഗ്മെൻറ്റ് DS-ലോട്ട് അസൈൻ ചെയ്യുന്നു. അസ്യൂം DS കോളൻ ഡാറ്റ ആൻഡ് കോമ CS കോളൻ കോഡ്. ഓക്കെ, ദെൻ ഡാറ്റ സെഗ്മെൻറ്റ് പാർട്ട് എൻട്രി ചെയ്യാൻ കുറച്ച് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് വൺ ഇൻഡിക്കേറ്റ് എൻഡ് ഓഫ് ഡാറ്റ സെഗ്മെൻറ്റ്. ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ പോർഷൻ കഴിയുമ്പോഴാണ് കോഡ് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ കോഡ് സെഗ്മെൻറ്റ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യണം. ദെൻ എൻഡ് ഡസ് ഇൻഡിക്കേറ്റ് എൻഡ് ഓഫ് ഓൾറെഡി സ്റ്റാർട്ടഡ് സെഗ്മെൻറ്റ്, ദാറ്റ് ഈസ് എൻഡ് ഓഫ് കോഡ് സെഗ്മെൻറ്റ് ഹിയർ. ദെൻ ദിസ് വൺ ഇൻഡിക്കേറ്റ് എൻഡ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, സോ കോഡ് സെഗ്മെൻറ്റിൽ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഈ ഒരു കാര്യമായിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡാറ്റ സെഗ്മെൻറ്റ് അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ലാബൽ. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ അഡ്രസ് ഇൻഫോർമേഷൻ AXൽ മൂവ് ചെയ്യിക്കുന്നു. ദെൻ AX ടു DS-ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ ഒരു കോഡ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കോഡ് സെഗ്മെൻറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ, അത് ഏത് ഡാറ്റ സെഗ്മെൻറ്റിനകത്താണ് എന്നുള്ള കാര്യം കോഡ് സെഗ്മെൻറ്റിനകത്ത് അവൈലബിൾ ആവണമെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു കാര്യം ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോഡ് സെഗ്മെൻറ്റിൽ ഇതുണ്ടായിരിക്കണം. ദെൻ ഓൾവേസ് ദിസ് കോഡ് സെഗ്മെൻറ്റ് end with this particular DOS command. എന്താണത്? മൂവ് AH, 4CH into 21H. ഓക്കെ, സോ നമ്മൾ കൺട്രോൾ ബാക്ക് ടു DOS OS നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കമാൻഡ് ബാക്ക് ടു DOS OS പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ DOS കമാൻഡ് മൂവ് AH 4CH into 21H. ഇതുപോലെ നമുക്ക് വേറെയും കുറച്ച് കമാൻഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മൂവ് AH, 4CH into 21H, ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ മൂവ് AH, 4CH into 21H എന്ന് പറയുന്ന ഇൻട്രപ്റ്റ്. സോ ഇതെന്താണ്? റിട്ടേൺ ടു DOS പ്രോംപ്റ്റ്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കമാൻഡാണ്. അതുപോലെ മൂവ് AH, 01H into 21H, ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഫ്രം നമ്മുടെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ, ക്യാരക്ടർ ബൈ ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് വൺ മൂവ് AH, 01H into 21H. അതേപോലെ മൂവ് AH, 02H into 21H. ഈ ഒരു കോമ്പിനേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള കമാൻഡാണ്? എ സിംഗിൾ ക്യാരക്ടർ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് ഒരു സിംഗിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യണം. ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴും കണ്ടിരിക്കുന്ന കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിങ് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരുത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഒരു ലാബൽ കൊടുക്കുകയാണ് MSG, ദെൻ ഡിഫൈൻ ബൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ഒരു സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ എൻഡ് എപ്പോഴും നമ്മൾ ഡോളർ അപ്പെൻഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്ട്രിങ് നമ്മൾ മെമ്മറിക്കകത്ത് ഡാറ്റ സെഗ്മെൻറ്റിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ എത്ര ബൈറ്റ് അലോട്ട് ചെയ്യും, ഈ കോഡ്സിനകത്ത് എത്ര ക്യാരക്ടർ ഉണ്ടോ ഒരു ക്യാരക്ടർ പെർ ബൈറ്റ് അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ എത്ര ക്യാരക്ടർ ഉണ്ടോ അത്രയും ബൈറ്റ് ഓട്ടോമാറ്റിക്കലി കോൺസിക്യൂട്ടീവായിട്ട് ഇവിടെ സ്റ്റോർ ആവും. സോ 1, 2, 3, 4, 5, 6 ഇൻക്ലൂഡിങ് ദിസ് ഡോളർ, ടോട്ടൽ 6 സിമ്പിൾസ് ആണ് ഈ കോഡ്സിനകത്ത് വന്നിരിക്കുന്നത്. സോ 6 കോൺസിക്യൂട്ടീവ് ബൈറ്റ്സ് ആണ് ഇവിടെ അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഡാറ്റ സെഗ്മെൻറ്റിൽ ഇത് സെറ്റ് ചെയ്തു. ഇനി കോഡ് സെഗ്മെൻറ്റിൽ എന്താണ് ചെയ്യേണ്ടത്? കോഡ് സെഗ്മെൻറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ ഇവിടെ പാസ് ചെയ്തു. മൂവ് AX, ഡാറ്റ മൂവ് DS, AX. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇനി ഇവിടെ ഡാറ്റ സെഗ്മെൻറ്റിൽ നമ്മളൊരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ലാബിൽ ചെയ്തിരിക്കുകയാണ് MSG. സോ അതിവിടെ ഗെറ്റ് ചെയ്യണം.
എങ്ങനെയാണ് ഗെറ്റ് ചെയ്യുന്നത്? അതിനുള്ള കമാൻഡ് ഇങ്ങനെയാണ്: ലോഡ് എഫക്റ്റീവ് അഡ്രസ്, LEA. ഏത് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യണം? എപ്പോഴും ലാബൽ അഡ്രസ് DX രജിസ്റ്ററിലോട്ട് വേണം ലോഡ് ചെയ്യാൻ. സോ ലോഡ് എഫക്റ്റീവ് അഡ്രസ് ഓഫ് MSG, ലാബൽ MSGയുടെ ബൈറ്റ് അഡ്രസ്, MSG പോയിൻ്റ് ചെയ്യുന്ന ബൈറ്റ് അഡ്രസ് DX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ആവണം. LEA DX, MSG. ലോഡ് എഫക്റ്റീവ് അഡ്രസ് DX, MSG. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കമാൻഡ് ഒന്ന് നോക്കുക. സ്ട്രിങ് ആസ് എ ഹോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് AH, 09H into 21H. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് DXലോട്ട് നമ്മുടെ മെസ്സേജിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, ലോഡായിട്ടുണ്ട്. LEA DX, MSG കൊടുത്തപ്പോൾ ദെൻ നമുക്ക് കമാൻഡ് കൊടുക്കാം: മൂവ് AH, 09H into 21H. ഓക്കെ, സോ ഇപ്പോഴും നമ്മുടെ MSGയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് DXൽ ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡോസ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ MSG പോയിൻ്റ് ചെയ്യുന്ന ഫുൾ സ്ട്രിങ്ങിന് ഡിസ്പ്ലേ ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോഗ്രാം ടെർമിനേഷനാണ്. ഓക്കെ, സോ ഞാനിതിവിടെ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ടർബോ അസംബ്ലർ യൂസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റിംഗ് വിൻഡോ ഡയറക്റ്റ് അവൈലബിൾ ആണ്. നമുക്കിനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻസ് ഒക്കെ ടാസം ടർബോ അസംബ്ലറിൻ്റെ എഡിറ്റർ വിൻഡോ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ടാസം, നമ്മുടെ പ്രോഗ്രാം നെയിം ഫസ്റ്റ് എന്നായിരുന്നു, first.asm. ഓക്കെ, എറർ ഫ്രീ ആണ്. ദെൻ TLink സ്പേസ് first.obj. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ ജസ്റ്റ് ഫയൽ നെയിം മാത്രം, ഫസ്റ്റ്, വിത്തൗട്ട് എനി എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ഇവിടെ കണ്ടില്ലേ ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് സ്ക്രീനിൽ. ഓക്കെ, സോ നമുക്ക് ഇതിൽ തന്നെ എഡിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കാം. എഡിറ്റ് സ്പേസ് first.asm. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരിക. നമുക്കിവിടെയും കമാൻഡ് ടൈപ്പ് ചെയ്യാം, സേവ് ചെയ്യാം, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ കളർ ചേഞ്ച് ഓപ്ഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഈ ഒരു ബ്ലൂ സ്ക്രീനിൽ നമുക്ക് ചെയ്യാം ഇപ്പോഴും. ഓക്കെ, സോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. സോ നമ്മൾ ആ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇനി നമുക്ക് മോർ ദാൻ 1 സ്ട്രിങ് വരുന്ന കേസ് നോക്കാം. എങ്ങനെ ചെയ്യാം? MSG2 DB നമുക്ക് ഹായ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എൻഡ് ചെയ്യണമെങ്കിൽ $append ചെയ്തിരിക്കണം, സ്ട്രിങ് എൻഡ് കാണിക്കാൻ. സോ 2 സ്ട്രിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരെണ്ണം MSG1 യൂസ് ചെയ്ത് പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്, MSG2 എന്ന് പറയുന്ന ലാബൽ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ട്രിങ്ങിനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ LEA DX, MSG1 മൂവ് AH, 09H. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ് അഡ്രസ് ഓഫ് പെർട്ടിക്കുലർ ലാബൽ അത് DXലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കമാൻഡും കൂടെ, മൂവ് കമാൻഡ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നമുക്ക് MSG2ൻ്റെ കേസിൽ മൂവ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? മൂവ് എപ്പോഴും ലാബലിൻ്റെ അഡ്രസ് DXലോട്ട് തന്നെ പോകണം. സോ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് LEA DX, MSG1 മൂവ് AH, 09H എന്ത് ചെയ്യും? ഹെലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അടുത്തത് മൂവ് DX, ഇവിടെ LEAക്ക് പകരം ഞാൻ അനദർ ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മൂവ് യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൂവ് DX, ഓഫ്സെറ്റ് ഓഫ് MSG2. ഇതും ഒരു പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂവ് DX, ഓഫ്സെറ്റ് MSG2 ലാബൽ നെയിം കൊടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? LEA DX, MSG1 രണ്ടും വാലിഡ് ആണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് AH, 09H into 21H.
Tasm first.asm, then t-link first.obj, then ഫസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, ഹെലോയും വന്നിട്ടുണ്ട്, ഹായും വന്നിട്ടുണ്ട്. ബട്ട് എന്താണ് പ്രോബ്ലം? സെയിം ലൈനിലാണ് ഹലോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഹായ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം? അതുകൂടെ നോക്കാം. സോ ഇങ്ങനെ വരണമെങ്കിൽ നമ്മളിവിടെ MSG2 നെക്സ്റ്റ് ലൈനിൽ വരണമെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് MSG2 DB, അത് കഴിഞ്ഞിട്ട് ഓക്കെ സ്പേസ് 10D, 13D എന്നും കൂടെ കൊടുക്കുക. 10D, 13D, കഴിഞ്ഞിട്ട് ഇത് കൊടുത്താൽ മതി. 10D മീൻസ് നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ന്യൂ ലൈൻ ഫീഡ് എന്ന് പറയും. ഓക്കെ, 13D ക്യാരേജ് റിട്ടേൺ നമ്മുടെ നെക്സ്റ്റ് ലൈനിൽ എവിടെ വന്ന് നിൽക്കണം? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് 13D കൊടുത്തിരിക്കുന്നത്. സോ ഇതിനെ വേണമെങ്കിൽ ഹെക്സാഡെസിമലിലും കാണിക്കാം. 10Dക്ക് പകരം നമുക്ക് 0AH എന്ന് കൊടുക്കാം. 13 ആകുമ്പോഴെന്താണ് വരിക? 0DH. ഓക്കെ, രണ്ടും നമുക്ക് ഹെക്സാഡെസിമലിലും കൊടുക്കാം, ഡെസിമലിലും കൊടുക്കാം. ഡെസിമലിൽ കൊടുക്കുകയാണെങ്കിൽ 10D, 13D. ഓക്കെ, ഇപ്പോഴെന്താണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സേവ് ചെയ്തു, ഞാൻ എക്സിറ്റ് ചെയ്യാണ്. ദെൻ എഗെയിൻ നമുക്ക് ഓക്കെ T-link. സോ ഇതാണ് സ്ട്രിങ്ങിൻ്റെ കേസിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ പ്രീവിയസ് പ്രോഗ്രാം നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ മെസ്സേജ് 1 പോയിൻ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രിങ് റീഡ് 1 ക്യാരക്ടർ എന്നാണ്. ഓക്കെ, മെസ്സേജ് 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ലൈനിലാണ് വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ 10D, 13D കൊടുത്തേക്കുവാണ്. മെസ്സേജ് 2 ഡിസ്പ്ലേ റെഡ് ക്യാരക്ടർ റീഡ് ചെയ്യുന്നു. ദെൻ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഒരു കമാൻഡായിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് ഇത് കൊടുത്തേക്കുന്നത് സ്ട്രിങ്. ദെൻ കോഡ് സെഗ്മെൻറ്റിൽ ആസ് യൂഷ്വൽ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് DS-ലോട്ട് ലോഡ് ചെയ്യുന്നു. ദെൻ LEA DX MSG1 മൂവ് AH09H into 21H എന്ത് ചെയ്യും? ഫസ്റ്റ് MSG1 പോയിൻ്റ് ചെയ്യുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് വരും, റീഡ് 1 ക്യാരക്ടർ. ഈ ഒരു കമാൻഡ് വന്ന് കഴിയുമ്പോൾ നമുക്ക് 1 ക്യാരക്ടർ റീഡ് ചെയ്യണം. അതിനുള്ള കമാൻഡ് എന്താണ്? മൂവ്. നമ്മൾ കണ്ടതാണ്, എന്തായിരുന്നു ഡോസ് കമാൻഡ്? മൂവ് AH01H into 21H, റീഡ് ക്യാരക്ടർ ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ. മൂവ് AH02H into 21H, റൈറ്റ് ക്യാരക്ടർ ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, സോ നോക്കാം. മൂവ് AH01H ഇൻറ്റ് 21H. ഈ ഒരു കമാൻഡ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ അതിനെ നമ്മൾ എവിടെയാണ് ലോഡ് ചെയ്യുന്നത്? ALലോട്ട് വരും. ബൈ ഡിഫോൾട്ട് അത് വരുന്നത് എപ്പോഴും ALലായിരിക്കും. ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ALലോട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ലോഡാവുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 1 ക്യാരക്ടർ റീഡ് ചെയ്തു. ജസ്റ്റ് ലൈക്ക് അവർ സ്കാൻ ഫങ്ഷൻ ഇൻ അവർ C പ്രോഗ്രാം. ഒരു ക്യാരക്ടർ റീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് MSG2 വരണം. നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കമാൻഡ് ഡിസ്പ്ലേ ചെയ്ത് വരണം, ഡിസ്പ്ലേ റെഡ് ക്യാരക്ടേഴ്സിന്. ഓക്കെ, അപ്പോൾ എന്ത് കൊടുക്കാം? അഗെയിൻ LEA DX MSG2. ഓക്കെ, മൂവ് AH09H ഇൻറ്റ് 21H. ഇപ്പോൾ മെസ്സേജ് 2 ഡിസ്പ്ലേ ആയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്ത ക്യാരക്ടറിനെ റീഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിനെന്താണ് വേണ്ടത്? മൂവ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യേണ്ട ക്യാരക്ടറിനെ DLലോട്ട് കൊണ്ടുവരണം. ഓക്കെ, സോ ഓൾറെഡി നമുക്കറിയാം റീഡ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അവൈലബിൾ ആവുന്നത് ബൈ ഡിഫോൾട്ട് ALലായിരിക്കും. സോ AL എന്നതിനെ DLലോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോസ് കമാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. DLൽ അവൈലബിൾ ആയിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ മൂവ് DL, AL. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് AH02H ഇൻറ്റ് 21H. ഓക്കെ, ഇപ്പോഴും നമ്മുടെ
സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്തു ഡിസ്പ്ലേ ആയിട്ടുണ്ടാവണം. നമ്മളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സോ നമ്മൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ടർബോ അസംബ്ലറിനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ tasm first.asm, okay, t-link first.obj, then first. read one character എന്ന കമാൻഡ് വന്നിരിക്കുകയാണ്. ഞാൻ ഇൻപുട്ട് ചെയ്യാണ്. ദെൻ ഡിസ്പ്ലേ read character ക്യൂന്ന് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാം. നമുക്കൊരു സ്ട്രിങ് ആസ് എ ഹോൾ ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്ട്രിങ് മാനിപ്പുലേഷൻസ്, സ്ട്രിങ് കോപ്പി, കോൺകാറ്റനേഷൻ, അതുപോലെയുള്ള സ്ട്രിങ് മാനിപ്പുലേഷൻ ഫങ്ഷൻസിന് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, സോ ഈ വിൻഡോയിൽ ഓക്കെ, താങ്ക് യു.